ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്റെ സ്വർഗം ഞാനിന്ന് നരകാക്കും. പ്രകാശേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. ഒന്നാ സ്വർണമോഷണ ഡ്രാമ നടത്തി അവനെ അവളെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നും അവൾ ഇവിടെ പുറത്തേനെ. ഞാൻ അപ്പോഴേ എന്റെ ഈ ഭർത്താവ് കിഴങ്ങേശ്വരനോട് പറഞ്ഞതാ ഇതൊന്നും വർക്ക്ഔട്ട് ആവില്ലാന്ന്. ഈ പൊറാട്ട് നാടകത്തിന് ഞാനില്ലാന്ന്. ഇവൻ കേക്കോ? എന്നെയും കൊണ്ടേ വരൂ. അത് ഞാൻ മനോജെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ പറയാൻ വലിയ അഡ്രസ് ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് തെരുവ് നാടകം വേണമെങ്കിലും ആടി തകർക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പേരും പെരുമയുള്ളൊരു വീട്ടിൽ ജനിച്ചതുകൊണ്ട് നിങ്ങളുടെ നിലവാരത്തോളം താഴാൻ എനിക്ക് പറ്റില്ല. ഹരിതേ, വേണ്ട. ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളൊക്കെ കേട്ടാൽ മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഈ വസന്തയ്ക്കും ഉണ്ട്. ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നീ മറക്കരുത്. അതയാളുടെ വിധി. നിർത്ത്. എല്ലാമായി. ഇനി നാത്തുപോരിന്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പ്രകാശ, ഇവിടെ പറഞ്ഞത് നീയും കേട്ടില്ലേ? ഏയ്, നിർത്താനല്ലേ പറഞ്ഞേ. തമ്മിത്തല്ല് കാരണ എല്ലാ പ്ലാനുകളും പൊളിയുന്നത്. ഹോ, എല്ലാരെയും കൂട്ടി നിർത്തുന്ന ഒരാള്. പൈസ തട്ടിയെടുക്കുന്ന നേരം വരെയല്ലേ കാണൂ ഈ മാനസാന്തരമൊക്കെ. ഹരിതേ, നീ ഒന്ന് അടങ്ങ്. ഹരിത പറയട്ടെ. അവൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ടല്ലോ. അത്രയ്ക്ക് അനുഭവിച്ചല്ല ഹരിത. ഈ പദ്ധതി പൊളിച്ചത് വിനു മീനാക്ഷിയും കൂടിയാ. അവർക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. വിനുവിനെ ഒതുക്കി കഴിഞ്ഞാലേ അച്ഛൻ നമ്മളെ വഴിക്ക് തനിയേ വന്നോളൂ. നിങ്ങൾ ആരും വിചാരിക്കുന്നവളല്ല മീനാക്ഷി. അവളാ ഈ വിനുവിനെ വെച്ച് കളിക്കുന്നെ. ഒരു തമിഴൻ അറുമുഖത്തിന്റെ കയ്യിൽ നിന്ന് പണവും തട്ടിയെടുത്ത് അവനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ ഇവൾക്ക് ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണോ പാട്? ഹരിതേ, തമിഴൻ അറുമുഖ അല്ല ഈ പ്രകാശൻ. നിങ്ങളും കൂടി ഒരുമിച്ച് നിന്നാല് നമുക്കവളെ പൂട്ടാം. ആ, അന്നൊരു ഉസ്മാനെ ഇറക്കി പൂട്ടിച്ചതുപോലാണെങ്കിലേ അത് വേണ്ട. ആ വിനുവിനെ കൊണ്ട് ഇനി അച്ഛന്റെ അമ്മയുടെയും ചെലവ് അവര് നോക്കിക്കോളാമെന്ന് പറയിച്ചപ്പോഴേ രണ്ടെണ്ണത്തിനെയും കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞൂടായിരുന്നോ? അത് പാടില്ല. കാര്യം കൂടെ കൂട്ടുന്നത് ഈ ഇൻഷുറൻസ് പണം മോഹിച്ചിട്ടാണെങ്കിലോ? എല്ലാം കൈവിട്ടു പോവില്ലേ? അത് ശരിയാ. ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള എന്റെ ചിന്ത തന്നെ ആ പണം കണ്ടിട്ടാ. ഓ, അപ്പൊ നീ ആ പണം കളയാൻ തന്നെ തീരുമാനിച്ചല്ലേ? പെണ്ണുമ്പിള, നിങ്ങളുടെ ഈ കളിയാക്കലുണ്ടല്ലോ, അതാണ് ഇനി മുതൽ എന്റെ മൂലധനം. എടാ പ്രകാശ, ഇവന്റെ പ്രസംഗം കേട്ടു നിൽക്കാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ നീ. ഇതുവരെ കണ്ടതൊക്കെ ട്രെയിലർ. പ്രകാശൻ ശരിക്കുള്ള കളി ഇനി തുടങ്ങാൻ പോവാ. കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ അറിയിക്കാം. വിനുവേട്ടാ, അതെ, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? പോയിട്ട് വരാച്ചി. അച്ഛാ ശരി പോട്ടെ. അമ്മേ ശരി എന്നാ മോളെ. മനോജെ, ഇനി മേലിൽ എന്നെ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണാൻ വിളിക്കരുത്. നീ വരികയെ കാണുക എന്താന്ന് വെച്ചാ അയക്കും. ഇതിപ്പോ ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നവർക്കാണ് സ്ഥാനം എന്നതുപോലെ ആയല്ലോ. കണ്ടില്ലേ, രണ്ട് അനാഥരെ യാത്രയാകുന്ന ജയിലും. ഇങ്ങനെ പോയാലേ നമ്മുടെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല. അവനും അവളും കൂടി പൊട്ടം കളിച്ച്
അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന സ്വർണം കൂടി തട്ടിയെടുത്തോണ്ട് പോയി. ഇനി നോട്ടം ആ ഇൻഷുറൻസ് പോളിസിയുടെ ക്യാഷിലാ. അതാ ആരും ബർത്ത്ഡേക്ക് വിളിക്കാതിരുന്നിട്ട് പോലും അവള് വിനുവിനെ വിളിച്ചോണ്ട് വന്നത്. എടാ, അമ്മയുടെ സ്വർണം കൊടുത്ത കാര്യം നീ എന്താടാ എന്നോട് പറയാതിരുന്നത്? അതറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഈ പിറന്നാൾ ആഘോഷം കുട്ടിച്ചോറാക്കി തന്നേനെ. പോവാം. പോന്നത് കണ്ടില്ലേ രണ്ടെണ്ണം കൂടി. ഹരിതേ, നീയൊന്ന് അടങ്ങ്. എന്റെ രണ്ട് ആങ്ങളമാര് മൊണ്ണകളായി പോയെന്ന് വെച്ചേ ഈ വസന്ത അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് രണ്ടും ചേർന്ന് എന്റെ അമ്മായിയമ്മയുടെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് പുറത്താക്കിയവളാ ഈ വസന്ത. പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ല. കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ചത് കൊണ്ട് അവർക്കൊട്ടും മിണ്ടാനും പറ്റിയിട്ടില്ല. ആ പിഴച്ച മീനാക്ഷിയെ കിട്ടിയപ്പോ എന്തോ സ്വർഗം കിട്ടിയ പോലെ അവന്. അവന്റെ സ്വർഗം ഞാനിന്ന് നരകാക്കും. പ്രകാശേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ. അന്നാ സ്വർണമോഷണ ഡ്രാമ നടത്തി അവനെ അവളെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്നും അവൾ ഇവിടെ പുറത്തേനെ. ഈ വീടിനകത്ത് കയറാൻ അവളുടെ അനുവാദം ചോദിച്ചു നിൽക്കേണ്ടി വന്നേനെ നമുക്കൊക്കെ. അത് ശരിയാ ഹരിത പറഞ്ഞത്. അയ്യേ, അല്ലേലും നിനക്ക് ഈയിടെയായിട്ട് ഇവള് പണയുന്നതാണല്ലോ ശരി. ദേ, പെണ്ണുപിള്ള. ജാ. മനോജെ, ഞാൻ പോവാ. നീ വരുന്നുണ്ടോ? പിന്നെ ഹരിതേ, ഞാൻ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട്. നീ യാത്രയൊക്കെ ചോദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി ഒരു ഓട്ടോ പിടിച്ചങ്ങ് വന്നാ മതി. ഞാൻ പോവാ. അയ്യോ ഹരിതേ, ഞാനും വരുന്നു. ചേച്ചി, ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. അച്ഛനോടും അമ്മയോടും പറയണേ. നീ പോ. ഹരിമോളെ. എന്തോന്നടാ ഇത്? ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പെൺകോണ്ടെന്നുണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിൽ തന്നെയാ. എടപ്രകാശ, എനിക്ക് അച്ഛനോട് ചെന്ന് വണ്ടിക്കൂലി ചോദിക്കാനൊന്നും പറ്റത്തില്ല. ഓട്ടോക്കൂലിക്കുള്ള കാശ് നീ തരണം. ഓടി കൊടുത്ത് ഒരു ബീഡി വാങ്ങിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. ഇനി തിരിച്ചു പോകാനുള്ള പൈസ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങും? അമ്മ. മാനത്തെ കൊട്ടാ